ഐശ്വര്യയുടെ കല്യാണത്തിന് 1 കിലോ സ്വർണം കരുതി വച്ചിരുന്നു. മകളുടെ പണം അവർക്ക് വേണ്ട. ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാവുന്നത്. ഇന്ന് കോടികൾ ഐശ്വര്യ സിനിമയിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചില്ലിക്കാശ് പോലും ആ മാതാപിതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മകളിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. MBBS ബിരുദം ഉപേക്ഷിച്ച് സിനിമയിലെത്തി ദക്ഷിണേന്ത്യയിലെ തന്നെ മികച്ച നടിമാരിൽ ഒരാളായി മാറിയ താരമാണ് ഐശ്വര്യലക്ഷ്മി. നടി എന്ന നിലയിൽ സ്വന്തമായി ഇടം കണ്ടെത്തിയെങ്കിലും ഐശ്വര്യയുടെ ഈ തീരുമാനവും സിനിമയും അവരുടെ മാതാപിതാക്കൾക്ക് ഇപ്പോഴും സ്വീകാര്യമായിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രമുഖ സംവിധായകൻ ആലപ്പി അഷ്റഫ്. മകളുടെ കരിയറും മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പങ്കുവച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളുടെ ഏക മകളാണ് ഐശ്വര്യലക്ഷ്മി എന്ന തിരുവനന്തപുരത്തുകാരി. പഠിക്കാൻ മിടിമിടിക്കുന്ന തങ്ങളുടെ മകളെ ഒരു ഡോക്ടറായി കാണുവാനാണ് അവർ ആഗ്രഹിച്ചത്. തന്നെയുമല്ല, ഒരു ഡോക്ടറെ കൊണ്ട് തൻ്റെ വിവാഹവും കഴിപ്പിച്ച് കുടുംബവും കുട്ടികളുമൊക്കെ ജീവിക്കുന്നത് കാണാൻ അവർ ഒത്തിരി മോഹിച്ചിരുന്നു. എന്നാൽ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തന്നെ ഐശ്വര്യ മോഡലിങ്ങിലേക്ക് തിരിഞ്ഞത്. അതിലൂടെയാണ് അവർ സിനിമയിലേക്കും കടന്നു വരുന്നത്. മാതാപിതാക്കളുടെ മോഹങ്ങളെയും പ്രതീക്ഷകളെയും അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് മകൾ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു. അത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഐശ്വര്യലക്ഷ്മിയുടെ ആദ്യ ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ചിത്രമായ മായാനദിയിലൂടെ ഐശ്വര്യലക്ഷ്മി ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ലൈംഗികത കൈകാര്യം ചെയ്ത രീതിക്ക് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രം കൂടിയായിരുന്നത്. ഇതിൽ ടോവിനോയും ഐശ്വര്യയും തമ്മിൽ ഉള്ള ഒരു ഇൻറ്റിമേറ്റ് സീനുണ്ട്. വരെ ഇഴുകിച്ചേർന്ന ലിപ് ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു രംഗമായിരുന്നു അത്. ഐശ്വര്യ പറയുന്നുണ്ട്, ഈ രംഗങ്ങൾ കണ്ട തൻ്റെ മാതാപിതാക്കൾ ഏറെ നാൾ തന്നോട് മിണ്ടാതിരുന്നിട്ടുണ്ടെന്ന്. തന്നെയുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുമധ്യത്തിൽ ചർച്ചയായപ്പോൾ തൻ്റെ മാതാപിതാക്കൾ ഏറെ ഭയന്നിരുന്നെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട്. അവരുടെ അടുത്തൊരു ബന്ധു എന്നോട് പറയുകയുണ്ടായി, മകളുടെ കല്യാണാവശ്യത്തിനായി മാതാപിതാക്കൾ 1 കിലോ സ്വർണം ഉൾപ്പെടെ എല്ലാം അവൾക്കായി കരുതിയിരുന്നു എന്ന്. ഇന്ന് കോടികൾ സമ്പാദിക്കുന്ന ഐശ്വര്യ ധാരാളം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചില്ലിക്കാശ് പോലും ആ മാതാപിതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മകളിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. ഐശ്വര്യ പറയുന്നു, തൻ്റെ ആഗ്രഹം കൊണ്ട് അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തതുപോലും അമ്മ നിരസിച്ചുവെന്ന്. മകൾ എത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ മാതാപിതാക്കൾ തങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ് സിനിമയെ വെറുക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. 71 വയസ്സ് പിന്നിട്ട പിതാവിനെയും 66 പിന്നിട്ട മാതാവിനെയും ഇനി മാറ്റിത്തിരുത്തി ചിന്തിപ്പിക്കുക എന്നത് അസാധ്യം എന്നാണ് ഐശ്വര്യ പറയുന്നത്. പുതുതലമുറയിലെ മാറ്റത്തിൻ്റെ പ്രതീകമാണ് ഐശ്വര്യ. ആ മാറ്റം ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നാകാം ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത്. അതുകൊണ്ടാകും ഐശ്വര്യയുടെ ആഗ്രഹങ്ങളെ ഇപ്പോഴും അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ആലപ്പി അഷ്റഫ് പറയുന്ന വാക്കുകൾ ഇങ്ങനെ. തൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ച് ആലപ്പി അഷ്റഫ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്ന നടി ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതയാണ്. ഇപ്പോൾ ഘട്ട ഗുസ്തി 2 ഐശ്വര്യലക്ഷ്മി വീണ്ടും അഭിനയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക് യു.